എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യത്തെ പാഠമായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്നുള്ള പാഠമാണ്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ത്രികോണങ്ങളെ കുറിച്ചാണ്. ത്രികോണങ്ങളിലെ പരപ്പളവിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോഴേ എന്താണ് ത്രികോണം അല്ലെങ്കിൽ എന്താണ് ട്രയാങ്കിൾ നമ്മൾ ആദ്യം അറിയണം. എന്താണ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയണം. ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ത്രികോണം? ഇത് ത്രികോണമാണ്. 3 വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രികോണങ്ങൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ 3 വശമുള്ള ബഹുഭുജത്തിനെ പോളിഗൺസിനെ വിളിക്കുന്ന പേരാണിത് ത്രികോണം. 3 സൈഡഡ് പോളിഗൺസിനെ വിളിക്കുന്ന പേരാണ് ത്രികോണം എന്നത്. 3 സൈഡഡ് പോളിഗൺ. 3 വശങ്ങളുള്ള അടഞ്ഞ രൂപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ട്രയാങ്കിൾ പ്രത്യേകം 3 വശങ്ങളുണ്ട്. ഈ വശത്തിനെ എ എന്ന് എടുക്കുന്നു, ഇത് ബി, ഇത് സി. 3 വശമുണ്ടല്ലോ. ഈ 3 വശമുള്ള ത്രികോണത്തിന് എത്ര കോണുകളുണ്ട്? 3 കോണുകളുമുണ്ട്. ഉണ്ടോ? ഈ കോൺ, ഈ കോൺ, ഈ കോൺ. ആംഗിൾ എ എന്ന് പറയുന്ന കോണുണ്ട്, ബി എന്ന് പറയുന്ന കോണ്, സി എന്ന് പറയുന്ന കോൺ. ഇനി ആ ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ ടോട്ടൽ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ഇന്നർ ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ അറിയാവുന്ന കാര്യമാണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വശമുള്ള അടഞ്ഞ രൂപങ്ങളെ അല്ലെങ്കിൽ 3 സൈഡ് പോളിഗൺസിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രയാങ്കിള്. ട്രയാങ്കിൾ 3 വശമുണ്ട്, അതേപോലെ 3 കോണുകളുണ്ട്. ആ 3 കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഏതൊരു ട്രയാങ്കിൾ ആയാലും അതിന്റെ ആകെ കോണളവ് എന്ന് പറയുന്നത് ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി പ്രധാനമായിട്ട് നമുക്ക് ട്രയാങ്കിൾസിനെ 3 ആയിട്ട് ആണ് തരംതിരിക്കാറ്. പ്രധാനമായിട്ട് ട്രയാങ്കിൾസ് 3 തരത്തിലുള്ള ട്രയാങ്കിൾസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ട്രയാങ്കിൾ ആണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാറുണ്ട്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഒന്നാമത്തതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് മലയാളത്തിൽ അതിനെ മട്ട ത്രികോണം എന്ന് പറയും. മട്ടത്രികോണത്തിന്റെ പ്രത്യേകത റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം. നോക്കാം. അല്ലെങ്കിൽ എൽ ഷേപ്ഡ് ആംഗിൾ ആയിരിക്കും. എൽ ഷേപ്ഡ് ആംഗിൾ ആകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ട്രയാങ്കിൾസ് വിളിക്കുന്ന പേരാണിത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണം. പിന്നെ അതേപോലെ രണ്ടാമത്തെ ത്രികോണമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മലയാളത്തിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിനെ സമഭുജ ത്രികോണം എന്ന് വിളിക്കാം. സമഭുജ ത്രികോണം ആ പേര് തന്നെ ഉണ്ട്. സമഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 വശങ്ങളും തുല്യമായുള്ള ത്രികോണം. അതിന്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. ഉദാഹരണം ഈ വശത്തിന്റെ അളവിനെ x എന്ന് എടുക്കുന്നു. ഈ വശവും x ആയിരിക്കും, ഈ വശവും x ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തുല്യമാണ്. ഇതിന്റെ 3 വശങ്ങളും x തന്നെയാണല്ലോ. 3 വശങ്ങൾ തുല്യമാണ്. ഇനി വശങ്ങൾ തുല്യമായി കഴിഞ്ഞാൽ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വശത്തിനെതിരെയുള്ള ഈ കോണും ഈ വശത്തിനെതിരെയുള്ള ഈ കോണും ഇതിനെതിരെയുള്ള ഈ മൂന്നാമത്തെ കോണും എന്തായിരിക്കും? പരസ്പരം തുല്യം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമായിരിക്കും, അതുപോലെ 3 കോണുകളും തുല്യമായ ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമഭുജ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ മൂന്നാമത്തെ ത്രികോണമാണ് ഐസോസെലസ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം. അതായത് സമപാർശ്വ ത്രികോണത്തിന്റെ പ്രത്യേകത അവിടെ 2 വശങ്ങളായിരിക്കും എപ്പോഴും തുല്യമാകുക. ഇത് x ആണെങ്കിൽ ഇതും x ആയിരിക്കും എന്ന് പറഞ്ഞാല് ഒരു ത്രികോണത്തിന്റെ 2 വശങ്ങൾ പരസ്പരം തുല്യമാകുന്ന ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് വിളിക്കുന്നത്. 3 തരത്തിലുള്ള ത്രികോണങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്
ഒന്നാമത്തെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണം. ദാറ്റ് മീൻസ് 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു കോണുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അതിന്റെ പ്രത്യേകതയാണ് 3 വശങ്ങളും 3 കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ ത്രികോണമാണെന്ത്? ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ പ്രത്യേകത എന്തായിരിക്കും? 2 വശങ്ങളായിരിക്കും ഇവയുടെ തുല്യം. 2 വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഏത് തരത്തിലുള്ള ത്രികോണമാണെങ്കിലും അവയുടെ കോണളവ് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയാലും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയാലും ഐസോസെലസ് ട്രയാങ്കിൾ ആയാലും ഏത് ത്രികോണമാണെങ്കിലും അവയുടെ കോണളവ് എപ്പോഴും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 180 ഡിഗ്രി തന്നെ ആയിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് റെക്ടാംഗിൾസ് അല്ലെങ്കിൽ ചതുരങ്ങളെ കുറിച്ചാണ്. എന്താണ് ചതുരം? നമുക്കറിയാം. എന്താണ്? 4 വശങ്ങളുള്ള അടഞ്ഞ രൂപമാണ് ചതുരം. ചതുരത്തിന് പ്രത്യേകത കൊണ്ട് എന്താണ്? അവയുടെ ഓപ്പോസിറ്റ് വശങ്ങൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും? പാരലലും അതേപോലെ എന്താണ്? ഈക്വലും ആയിരിക്കും. ഓപ്പോസിറ്റ് പാരലലും അതേപോലെ എന്താണ്? ഈക്വലുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെങ്ത് ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? ലെങ്ത് അല്ലെങ്കിൽ എൽ എന്ന് സൂചിപ്പിക്കാം. ഇത് ബ്രെഡ്ത്ത്, ഇതും തന്നെയാണ് ബ്രെഡ്ത്ത്. ഓപ്പോസിറ്റ് വശങ്ങൾ അതേപോലെ എന്തായിരിക്കും? തുല്യമാണ്. അതുകൂടാതെ ഇവിടെ കോണളവുകൾ എന്ന് പറയുന്നത് ഓരോ വർഷത്തെയും കോണളവ് എത്ര ഡിഗ്രി വെച്ചായിരിക്കും? 90 ഡിഗ്രി വീതമാണ്. 90 ഡിഗ്രി വീതമാണ് ഓരോ ആംഗിളിൽ ഉണ്ടാകുന്ന കോണളവ് എന്ന് പറയുന്നത്. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് അവിടെ ടോട്ടൽ കോണളവ് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അവിടെ ആകെ കോണളവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് റെക്ടാംഗിളിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റെക്ടാംഗിൾ ഏരിയ എന്ന് പറയുന്നത് റെക്ടാംഗിളിലെ നീളത്തിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കും? വീതി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടുന്നത്. റെക്ടാംഗിളിന്റെ ലെങ്തിനെ നമ്മൾ എന്ത് ഗുണിക്കും? വീതി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഏരിയ കിട്ടുന്നത്. നമ്മൾ റെക്ടാംഗിൾ കൺസിഡർ ചെയ്യുകയാണ്. ആ റെക്ടാംഗിളിന്റെ നീളം എന്ന് പറയുന്നത് 9 സെന്റിമീറ്ററും നീളം എന്ന് പറയുന്നത് 9 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 6 സെന്റിമീറ്ററുമായിട്ട് കൺസിഡർ ചെയ്യുന്നു. റെക്ടാംഗിളിലെ നീളം 9 സെന്റിമീറ്ററും വീതി എത്രയാണ്? 6 സെന്റിമീറ്ററുമാണ്. ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്തിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? ബ്രെഡ്ത്ത് കൊണ്ട് ഗുണിക്കണം. എൽ ഇൻറ്റു ബി. എൽ എത്രയാണ്? 9 സെന്റിമീറ്റർ ആണല്ലോ. 9 സെന്റിമീറ്റർ ഇൻറ്റു 6 സെന്റിമീറ്റർ. 9 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 54 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നോക്കിയേ, റെക്ടാംഗിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ. എന്താണ്? ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആണ്. ലെങ്തിനെ എന്തുകൊണ്ട് ഗുണിക്കണം? ബ്രെഡ്ത്ത് കൊണ്ട് ഗുണിക്കണം. ലെങ്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണല്ലോ. ആ 9 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ കൊണ്ട് ഗുണിക്കുന്നു. ഈ സമയം നമുക്ക് എത്ര കിട്ടി? 54 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. അടുത്തതായിട്ട് 8 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം അല്ലെങ്കിൽ റെക്ടാംഗിൾ. അതിന്റെ ഏരിയ പിടിക്കുമ്പോൾ നമുക്കറിയാം, ഏരിയ ഇക്വേഷൻ ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എല്ലിനെ എന്ത് ചെയ്യും? ബ്രെഡ്ത്ത് കൊണ്ട് ഗുണിക്കും. അപ്പൊ ലെങ്ത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണല്ലോ. 8 സെന്റിമീറ്റർ ഇൻറ്റു 5 സെന്റിമീറ്റർ ചെയ്യുക. 8 × 5 40 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. അപ്പൊ നമ്മൾ നോക്കാം, നമ്മുടെ ചതുരത്തിന്റെ ഏരിയ ആണ് നമുക്ക് എത്ര കിട്ടിയത്? 40 സെന്റിമീറ്റർ സ്ക്വയർ. ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നീളത്തിൽ നമ്മൾ എന്ത് ചെയ്തു? വീതി കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ചതുരത്തിന്റെ ഏരിയ കിട്ടുന്നത്. ഈ ചതുരത്തിന് നോക്കിയേ, ഈ ചതുരത്തിന് നമ്മൾ എന്ത് വരയ്ക്കണം? ഡയഗണൽ വരയ്ക്കുകയാണ്. ഡയഗണൽ വരച്ചപ്പോൾ എന്തായത്? 2 ത്രികോണങ്ങളായിട്ട് മുറിഞ്ഞു അല്ലെ? ഇതുപോലെ ആദ്യത്തെ ത്രികോണവും രണ്ടാമത് മറ്റൊരു ത്രികോണവുമായിട്ട് നമ്മൾ മുറിയണം. ഇതുപോലെ രണ്ടാമത്തെ ത്രികോണമായിട്ട് നോക്കിക്കേ. ഈ ത്രികോണത്തിന്റെ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ. ആ പാദം തന്നെയല്ലേ ചതുരത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ചതുരത്തിന്റെ ഹൈറ്റിന് തുല്യമായ ത്രികോണത്തിന്റെ പ്രശ്നം എന്താ? ഇതാണ് അല്ലെ? എത്ര സെന്റിമീറ്റർ ആണത്? 5 സെന്റിമീറ്റർ ആണ്. ഇനി ഇവിടെ നോക്കാം, ഇത് എത്ര സെന്റിമീറ്റർ ആണ്? 8 സെന്റിമീറ്റർ. ഇവിടെ എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു ചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ കിട്ടി. ആ ചതുരത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഡയഗണൽ വരച്ചു. ചതുരത്തിന് എന്താക്കി മാറ്റി? ട്രയാങ്കിൾസ് ആക്കി മാറ്റി. 2 ട്രയാങ്കിൾസ് ആക്കി മാറ്റി. ആ ട്രയാങ്കിൾസിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ചതുരത്തിന്റെ ഏരിയയുടെ എത്രയാണ്? പകുതിയാണ്. റെക്ടാങ്കിളിന്റെ ഏരിയയുടെ എത്രയാണ്?
പകുതിയാണ്. റെക്ടാങ്കിളിന്റെ ഏരിയയുടെ പകുതി. നോക്കേ, ചതുരത്തിന്റെ ഏരിയ എത്രയാണോ, ചതുരത്തിന്റെ ഏരിയ നമുക്ക് കിട്ടി 40 കിട്ടിയല്ലോ. ആ ചതുരത്തിന്റെ ഏരിയയുടെ പകുതിയാണ് എന്ത്, ഇതിനെ ഒരു ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ലെങ്തിനെയും ബ്രെഡ്ത്തിനെയും എടുത്തല്ലോ. ഇവിടെ എടുക്കുന്ന സമയത്ത് ഈ റെക്ടാങ്കിൾ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, എത്രയാണോ ചതുരത്തിന്റെ ഏരിയ അതിന്റെ പകുതിയാണ് എന്തിന്റെ ഏരിയ, നമ്മുടെ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഹാഫ് ഇൻറ്റു റെക്ടാങ്കിൾ ഏരിയ ആണ് ഇക്വേഷൻ, സോറി ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ ഈക്വൽ ടു എന്താണ്, ഹാഫ് ഇൻറ്റു ബി എ. ട്രയാങ്കിൾ ഏരിയ ആണ് ഇക്വേഷൻ ആണത് ഹാഫ് ബി, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ബേസ് എന്ന് പറയുന്നത് എന്താണ്, പാദവും, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ത്രികോണത്തിന്റെ, ശ്രദ്ധിക്കുക, ഒരു ത്രികോണത്തിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്, ഹൈറ്റ് എന്ന് എടുക്കുന്നത്. എന്താണ്, ഒരു ത്രികോണം, ഇതൊരു ത്രികോണമാണ്, ഈ ത്രികോണത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളമാണോ ഹൈറ്റ്, അല്ല, പിന്നെന്താണ്, ടോപ്പ് വെർട്ടെക്സ്, ഏറ്റവും ഉയർന്ന വശം, ആ ടോപ്പ് വെർട്ടെക്സിൽ നിന്ന് ഉയർന്ന മൂലയിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കാൻ കഴിയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് എടുക്കുന്നത്, ഹൈറ്റ് എന്ന് എടുക്കുന്നത്. അപ്പൊ നോക്കിക്കേതാ, ഇവിടുത്തെ ഹൈറ്റ് എത്ര സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ. ഇവിടുത്തെ ബേസ് എത്രയാണ്, 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, 8 സെന്റിമീറ്റർ, ഹൈറ്റ് എത്രയാണ്, 5 സെന്റിമീറ്റർ. അപ്പൊ 8 ഗുണം 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 40 കിട്ടി. 40 ഡിവൈഡ് ബൈ 2 അല്ലെ, ഹാഫ് ഇൻറ്റു 40 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്, നമ്മൾ ഈ എടുത്ത ഈ ചെറിയ എന്തിന്റെ ത്രികോണത്തിന്റെ, ഒരു ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിന്റെയും എത്ര തന്നെയായിരിക്കും ചെയ്യപ്പെടുത്തിയപ്പോഴാ, 20 സെന്റിമീറ്റർ സ്ക്വയർ. ഈ രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോഴല്ലേ നമുക്ക് ആദ്യം ഉണ്ടായത് എന്ത് കിട്ടുന്നത്, ചതുരം കിട്ടുന്നത്. അപ്പൊ ആ ചതുരത്തിന്റെ ഏരിയ എത്രയായിരുന്നു, 40 അല്ലേ. നോക്കിക്കേ, ഇത് 20, ഇത് 20, രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും, 40. നോക്കാം, ഒരു ചതുരത്തിൽ നമ്മൾ എന്ത് വരച്ചു, ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ചപ്പോൾ എന്തായിട്ട് മാറി, രണ്ട് ത്രികോണങ്ങളായിട്ട് മാറി. ആ ത്രികോണങ്ങളിലെ ഏരിയകൾ തമ്മിൽ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, ചതുരത്തിന്റെ ഏരിയ കിട്ടണം. ത്രികോണത്തിന്റെ ഏരിയ ആണ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. നോക്കി, ഹാഫ് ബി എച്ച് അത് ചെയ്തു, ഇതിന്റെ ഏരിയ 20 കിട്ടി. അടുത്തതിന്റെ ഏരിയയും എത്ര കിട്ടി, 20 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടി. ആ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും, ആകെ നമുക്ക് ഉണ്ടായിരുന്ന ചതുരത്തിന്റെ ഏരിയ ലഭിക്കും. അടുത്തൊരു ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ത്രികോണമുണ്ട്. ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ്. സം ഓഫ് വിച്ച് ത്രികോണമാണ്. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിരിക്കും. ഇവിടത്തെ സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം എത്ര സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണം. അത് കൂടാതെ അതിന്റെ ഉയരം, ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്, 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയുള്ള 4 സെന്റിമീറ്റർ വശവും ഉയരം 3 സെന്റിമീറ്ററുമായ എന്ത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. നോക്കാം, ഏരിയ ട്രയാങ്കിൾ ഏരിയ ഇക്വേഷൻ എന്താണ്, ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. നോക്കിക്കേ, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, ഇവിടെ പാദം എപ്പോഴും എത്ര തന്നെയാണ്, 4 തന്നെയാണ്, ഇൻറ്റു ഹൈറ്റ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ചിത്രത്തിൽ തന്നിട്ടില്ല, ഈ പടത്തിൽ ഹൈറ്റ് രേഖപ്പെടുത്തിയില്ല. ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണോ ഹൈറ്റ്, ഒരിക്കലും ഇതല്ല ഹൈറ്റ്. ഹൈറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഹൈറ്റ് എന്ന് പറയുന്നത് ഏതൊരു ത്രികോണമാണോ ആ ത്രികോണത്തിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കാൻ കഴിയുന്ന പെർപെൻഡിക്കുലർ ലൈനിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്തിനെയാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഹൈറ്റ് എന്ന്. അതായത് ഈ ത്രികോണത്തിന്റെ ടോപ്പ് വെർട്ടെക്സിൽ നിന്നും അതിന്റെ ബേസിലേക്ക് വരയ്ക്കാൻ കഴിയുന്ന എന്തിന്റെ നീളം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ നീളത്തിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഹൈറ്റ്. ആ ഹൈറ്റിനോട് എത്ര തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്, 3 സെന്റിമീറ്റർ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ നോക്കാം, ഹൈറ്റിന് പോലെ നമുക്ക് എത്ര കൊടുക്കാം, 3 എന്ന് കൊടുക്കാം. അപ്പൊ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 3 എത്രയാണ്, 12 ആണ്. ഇനി 12 ഇൻറ്റു 1/2, 12 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 6 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ് നമ്മുടെ ത്രികോണത്തിന്റെ എന്ത് പരപ്പളവ് എന്ന് പറയുന്നത്. നമുക്ക് പരപ്പളവ് ഇക്വേഷൻ ഹാഫ് ബി എച്ച് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഹാഫ് ഇൻറ്റു നമ്മുടെ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു വശം 4 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് ക്വസ്റ്റ്യനിലുണ്ട് 3 സെന്റിമീറ്റർ. ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ടോപ്പ് വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യുന്നത്, ഹൈറ്റ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 3, ഹാഫ് ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഇതാണ് എന്ത് നമ്മുടെ ത്രികോണത്തിന്റെ എന്ത് പരപ്പളവ് എന്ന് പറയുന്നത്.